ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് ബോഷിന്റെ ബ്രാൻഡാണ്. അത് അത്യാവശ്യം നല്ല വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോട്ടർ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ഒന്നുകൂടി അട്രാക്ട് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കസ്റ്റമർ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അവera റെട്രോസിൻ്റെ. കാരണം ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു കസ്റ്റമർ റിവ്യൂവും ഒരു ഡീറ്റെയിൽസ് റിവ്യൂ ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഇതാണ് മിസാബ്. ഏകദേശം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? വണ്ടി എടുത്തിട്ട് ഏകദേശം 700 കിലോമീറ്റർ ഓടി. 700 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല. ഇല്ല. എത്ര? ഏകദേശം 15 ദിവസം. 15 ദിവസം ഏകദേശം വണ്ടി എടുത്തിട്ടായി. 15 ദിവസത്തെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കസ്റ്റമർ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 15 ദിവസം കൊണ്ട് എന്താണ് പറയാനുള്ളത്? 15 ദിവസം കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ നാട്ടിലുള്ള ഏകദേശം എല്ലാ കയറ്റവും കയറി. അത്യാവശ്യം നല്ല ഓട്ടം ഓടി. ഏകദേശം പോകേണ്ട സ്ഥലത്തൊക്കെ പോയി. ഇനി ഇവിടുന്ന് ലോങ് ആയിട്ട് ഈ 15 ദിവസത്തിനുള്ളിൽ ലോങ് ആയിട്ട് എവിടെ പോയിട്ടുണ്ടോ? ലോങ് ആയിട്ട് നമ്മൾ പോയത് വയനാട് ചുരമാണ്. വയനാട് ഈ ഒരാഴ്ചനുള്ളിൽ പോയി, 2 ആഴ്ചനുള്ളിൽ പോയി. ഞാൻ അത്യാവശ്യം നല്ല ഓട്ടം ഓടുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഓട്ടം ഓടുന്ന ആളാണ്. ഓക്കെ. ഇപ്പൊ വയനാട് കയറാണെങ്കിൽ അത്യാവശ്യം റേഞ്ച് കിട്ടണം. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടണം. പക്ഷെ വയനാട് ചുരം കയറുന്നതിന്റെ ഇടയിൽ ഞങ്ങള് ചാർജ് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഹോട്ടലിൽ അല്ലല്ല, അങ്ങനൊന്നുമില്ല. ഹോട്ടലിൽ സാധാ നോർമൽ പ്ലഗിൽ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചാർജർ ചെയ്ത് വണ്ടിയിൽ വെച്ചാല് നമുക്ക് എവിടെ നിന്നും ചാർജ് ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം അല്ലെങ്കിൽ പവർ പ്ലഗോ അല്ലെങ്കിൽ പവർ സ്റ്റേഷനോ അങ്ങനൊന്നും വേണ്ട ആവശ്യമില്ല. ഏതൊരു 3 പിൻ കിട്ടിയാലും നമുക്ക് വയനാട് ചുരം സുഖമായിട്ട് കയറുന്നുണ്ട്. എന്തെങ്കിലും ഹീറ്റിംഗ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ചോദിക്കാൻ പോണത് ഏതൊരാൾക്കും അറിയേണ്ടത് ഇതിന്റെ നെഗറ്റീവ് ഉണ്ടോന്നാണ്. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. അഥവാ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എടുത്ത് കാണിക്കും ചെയ്യാം. എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ സ്റ്റാൻഡിന്റെ ഒരു പ്രശ്നമാണ്. സ്റ്റാൻഡിന്റെ പ്രശ്നം എന്താ? സ്റ്റാൻഡിന്റെ പ്രശ്നം വരുന്നത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഇത് സെൻട്രൽ സ്റ്റാൻഡിലാണ് ഇട്ടത്. സൈഡ് സ്റ്റാൻഡ് ഇടാൻ എനിക്കൊരു ധൈര്യം കുറവാണ്. കാരണം എന്താ വെച്ചാൽ സെൻട്രൽ സ്റ്റാൻഡ് ഇടുമ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് അവിടെ നിൽക്കും. സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ വളരെ സുഖമാണ് കേട്ടോ. സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ കാണിച്ചു തരാം. ഏകദേശം ഈ സ്റ്റാൻഡ് വരുന്നത് ചെറിയ സ്റ്റാൻഡുമാണ്. അതുപോലെ നേരെയാണ് സ്റ്റാൻഡ് നിൽക്കുന്നത്. ആരെങ്കിലും ഒന്ന് വണ്ടി കാണുമ്പോൾ ഇലക്ട്രിക് ബൈക്ക് ആണല്ലോ, നോർമലി എല്ലാവരും ഒന്ന് ചാരി ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് വണ്ടി നേരെ വീഴാൻ ചെരിഞ്ഞു പോകുമല്ലേ? വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ട്? വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. അപ്പം നമ്മൾ വയനാട് ചുരത്തിൽ മയത്ത് നമ്മൾ വണ്ടി റൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല റെയിനുള്ള ടൈം. അതിലൊന്നും കുഴപ്പമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, കസ്റ്റമർ റിവ്യൂവിൽ പോകുമ്പോൾ മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡിന്റെ ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്റ്റാൻഡിന്റെ ഇഷ്യൂ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള റിവ്യൂയിലേക്ക് പോവല്ലേ? ഇനിയാണ് പോകേണ്ടത്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ വണ്ടിൻ്റെ നെഗറ്റീവാണ് നോക്കുന്നത്. നെഗറ്റീവ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റിവ്യൂയിലേക്ക് പോവാം. ഇത് കമ്പനി എത്ര റേഞ്ച് പറയും നിങ്ങളോട്? കമ്പനി ഏകദേശം നമുക്കൊരു 140 കിലോമീറ്റർ കിട്ടുന്നില്ല. പക്ഷേ 100ന്റെ മേലെ നമുക്ക് കിട്ടുന്നത്. IDC റേഞ്ച് ആണ് 140 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ടെങ്കിൽ ഒരു 110-120 പ്രതീക്ഷിച്ചാൽ മതി. ഇത് വേറെ എങ്ങനെ ചാർജിങ് ടൈം ചാർജിങ് ടൈം വരുന്നത് 3.5 മണിക്കൂറാണ്. 3.5 മണിക്കൂർ കൊണ്ട് 100% ആകുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോർമൽ ഏതൊരു ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ റേഞ്ച് കുറഞ്ഞു വരും. പവർ ഇങ്ങനെ കുറഞ്ഞു വരും. പവർ കുറഞ്ഞു വരും. കാരണം എന്ന് പറഞ്ഞാൽ ഏത് കാറ്റൊക്കെ കയറുമ്പോൾ ആ ഒരു ഇഷ്യൂ മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഇതിലുണ്ടോ? അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, വയനാട് ചുരം കയറി ഇറങ്ങി എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കയറ്റം. എൻ്റെ വീട്ടിലേക്ക് തന്നെ അത്യാവശ്യം നല്ല കയറ്റാണ്. ഞങ്ങളുടെ നാട് പ്രത്യേകിച്ച് നിങ്ങളെ കറക്റ്റ് സ്പോട്ട് എവിടെയായിരുന്നു? എന്റെ നാട് കറക്റ്റ് കീശ്ശേരി, കൊണ്ടോട്ടി കീശ്ശേരി കാരാട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ കൊണ്ടോട്ടി ജംഗ്ഷൻ കീശ്ശേരി റോഡിലേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു കാറ്റും ഇറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പുള്ളീൻ്റെ ഒപ്പം വന്നപ്പോൾ തന്നെ നല്ല സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. ഡബിൾ ത്രിബിൾ ഒക്കെ വെച്ച് കയറി. ഡബിൾ ത്രിബിൾ ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് കയറിയിട്ടുണ്ട്. ഏത് കയറ്റും ഞാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കയറ്റും കയറി. ഒരു കുഴപ്പങ്ങളും ഇല്ല. പിന്നെ ഏതോ ചാനൽ ഉണ്ട് പറഞ്ഞാൽ? എനിക്ക് എന്റെ ചാനലിന്റെ പേരാണ് സ്പൾബർ. ഈ സ്പൾബർ എന്നൊക്കെ കേൾക്കുമ്പോ മറ്റേ അയാൾ പറഞ്ഞ മാതിരി സ്പൾബർ വീഡിയോയിലുണ്ട്. ഓക്കെ. അപ്പോ പുള്ളി വയനാട് പോയതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞ് പുള്ളിനെ സപ്പോർട്ട് ചെയ്യാം. കയറ്റം കയറുന്ന വീഡിയോ ഉണ്ട്. പിന്നെ ഇതിന്റെ മോട്ടർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബോഷിന്റെ മോട്ടർ എന്ന് തന്നെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഇതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് ബോഷിന്റെ ബ്രാൻഡാണ്.
അത് അത്യാവശ്യം നല്ല വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോട്ടർ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ഒന്നുകൂടി അട്രാക്ട് വന്നത്. ഓക്കെ. പിന്നെ അതേമാതിരി തന്നെ ഇതിന്റെ മെയിൻ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. ബാറ്ററി അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സാധാരണ ലിഥിയം അയൺ ബാറ്ററിയാണ് ബാറ്ററിയാണ്. അത് ബ്ലാസ്റ്റിംഗ് നമ്മളിപ്പോൾ പല വണ്ടികളും ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ. ഇതിനങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇല്ല എന്നാണ് കമ്പനി നമുക്ക് അവകാശപ്പെടുന്നത്. ലിഥിയം ഫെറോസ്പെറ്റ് ആണ് ഇതിന്റെ ബാറ്ററി. ഒന്നുകൂടി ക്വാളിറ്റി കൂടിയ ബാറ്ററി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാറ്ററി ഒന്ന് കാണിക്കാൻ പറ്റും. ഇതിൽ ചാവിയുടെ ഇതിലാണ് ഇതിന്റെ ബാറ്ററി പൊക്കുന്നതെല്ലാം. ഓക്കെ. നേരെ പുഷ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതാണ് ബാറ്ററി. ഇതാണ് ബാറ്ററി വരുന്നത് അല്ലേ? ഇതിപ്പം ബൂട്ട് സ്പേസ് ഇല്ല ഉള്ള പറഞ്ഞാൽ ചാർജർ നമുക്ക് എവിടേക്കും ട്രിപ്പ് പോകാന്നാണ്, ലോങ് പോകാണ്, നമ്മൾ നാട് വിട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജർ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ. അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പവർ സ്വിച്ച് ആണ് ഇത് വരുന്നത്. പവർ സ്വിച്ച്, ഇതിന്റെ കേബിള്, ഇതിന്റെ കേബിള് കാര്യങ്ങളൊക്കെ നോർമൽ ആട്ടോ, എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. നോർമൽ തന്നെയാണ്. പക്ഷേ ബാറ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ബാറ്ററി എന്നാണ്. ബാറ്ററി വെച്ച് പറയുകയാണെങ്കിൽ ഇത് 32 kg വരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് പൊക്കാൻ കഴിയില്ല. 32 കിലോ വരുന്നുണ്ട്. കൊണ്ടുപോയി ചാർജ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനേ ഇതിനില്ല. ഓക്കെ. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് ആണ് കേട്ടോ. മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ബാറ്ററി അയച്ച് റൂമിൽ പോയിട്ട് ചാർജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവും. സ്പോട്ടിൽ നമുക്ക് ചാർജ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിന്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റിന്റെ മെയിനായിട്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ പല ഇലക്ട്രിക് വണ്ടിക്കും പോയി നോക്കുമ്പോൾ കാണുന്നത് ഈ സാധനം ഇത് ഫൈബർ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കാണില്ല. സാധാരണ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, പെട്രോൾ സ്കൂട്ടി പോലത്തെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ളതാണ്. ഇലക്ട്രിക് ബൈക്കിനാണ് സാധാരണ ക്വാളിറ്റി കുറവ് കാണാറ്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള അടി അടിച്ചോട്ടെ. ഇവിടെ അടിച്ചോളൂ. നല്ല അടിക്കട്ടെ പറയുമ്പോൾ നല്ല പൊള്ളിന്ന് നെഞ്ചിങ്ങനെ വണ്ടി ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. മൂപ്പര് അടിച്ചോട്ടെ. നമുക്ക് ബിൽഡ് ഫൈബർ ക്വാളിറ്റി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈബർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് മെറ്റാലിക് ആണ്. പിന്നെ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താഴ്ഭാഗമാണ്. ഈ ഒരു താഴ്ഭാഗമാണ്. ഇവിടെ അധിക വണ്ടിക്കും ഫൈബറാണ് യൂസ് ചെയ്യാറുള്ളത്. ഫൈബർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ കല്ല് കാര്യങ്ങളൊക്കെ തട്ടുമ്പോൾ ഇത് കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഇവിടെ മെറ്റാലിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇവരെ നല്ലൊരു ബ്രാൻഡോട് കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈൻ, ഇവിടെ അവേര എന്നൊക്കെ എഴുതിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഫ്രണ്ടിലും ബാക്കിലും 12 ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും അതേമാതിരി തന്നെ ഡിസ്ക് ബ്രേക്കും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹബ് ബ്രേക്ക് അല്ല, ഡിസ്ക് ബ്രേക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോഷിന്റെ മോട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എങ്ങനെ വരുന്നത്? ബാറ്ററി കപ്പാസിറ്റി നമുക്ക് വരുന്നത് 72 വോൾട്ടില് 3.4 കിലോവാട്ട് പെർ അവർ അല്ലേ. ഇത് സ്പീഡ് എങ്ങനെ വരുന്നത്? സ്പീഡ് നമുക്ക് അത്യാവശ്യം ഇതില് ഓരോ മോഡുകളാണ്. 4 മോഡ് നമുക്കുണ്ട്. ഓക്കെ. ഇത് നല്ല ഒരു വേറെ തന്നെ ഒരു ഓപ്ഷൻ ആണല്ലോ. സാധാരണ ഇവിടാണ് മോഡുകൾ. പക്ഷേ ഇത് നമ്മള് സാധാ ഗിയർ സൈക്കിളൊക്കെ മാറിയിട്ടുള്ള. അതെ. ഇത് റിവേഴ്സ്, എക്കണോമി മോഡ്, ഡ്രൈവ് മോഡ്, സ്പോർട്ട് മോഡ്. ഈ 3 മോഡുകളാണ് നമുക്ക് വരുന്നത്. ഇതിപ്പോ ഡ്രൈവ് മോഡിൽ ഇപ്പൊ എത്രയാണ്? എക്കണോമി മുതൽ എക്കണോമി മോഡിൽ നമുക്കൊരു 20-25 സ്പീഡ് വരുന്നു. അതേപോലെ ഡ്രൈവ് മോഡിൽ നമുക്കൊരു 40-45 സ്പീഡ് മാക്സിമം ഉണ്ട്. അതിന്റെ ആ ഒരു സ്പീഡേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതൊരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. നമുക്ക് ചെറിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ പഠിക്കാൻ അത്യാവശ്യം ഇതുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എക്കണോമിയിലോ ഡ്രൈവിലോ ഇട്ട് കൊടുത്താൽ മതി. അതെ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സാധാരണ നോർമൽ റോഡിലും ഡ്രൈവിൽ പോയാൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. സ്പോർട്ട് മോഡിൽ നമുക്കൊരു 71 കിലോമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് വരുന്നത്. 71 കിലോമീറ്റർ പോവുകയാണെങ്കിൽ കമ്പനി പറയുന്ന റേഞ്ച് എത്രയാണ്? 71 കിലോമീറ്റർ പോവാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന റേഞ്ചിൽ ഏതായാലും നമുക്ക് 20 കിലോമീറ്റർ കുറയ്ക്കാം. അത്രയ്ക്ക് കുറക്കാം. ഒരു 100 കിലോമീറ്ററിന്റെ മേലെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പോർട്സ് മോഡിൽ 100 കിലോമീറ്റർ മുകളിൽ 95-100 കിലോമീറ്റർ. എക്കണോമിക് മോഡിലോ? എക്കണോമി മോഡിൽ നമ്മൾ ഇതുവരെ ഇട്ട് പോയിട്ടില്ല. നമ്മൾ പോകാൻ കഴിയില്ല. എക്കണോമി മോഡിൽ പറഞ്ഞാൽ 25-20 സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കയറ്റും കയറുന്നുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡ്രൈവ് അതായത് ഹൈ കയറ്റം കയറുമ്പോൾ ഈ എക്കണോമിക് മോഡിൽ നിന്ന് സ്പോർട്സ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. കയറ്റം കയറുമ്പോൾ എക്കണോമി മോഡിലാണെങ്കിൽ സ്പോർട്സ് മോഡിലാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ ഒന്നുകൂടി സ്പീഡ് കിട്ടും. പിന്നെ അതേപോലെ ഈ ഡ്രൈവ് മോഡിലാണ് പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിങ്ങനെ 20 സ്പീഡ് 25 സ്പീഡിൽ നമുക്ക് ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ നമുക്കൊരു ബോറല്ലേ. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഒരു അഡീഷണൽ വർക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കേരിയർ ഒക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിൽ ഒരു കേരിയർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മളെ ഹിമാലയ ബുള്ളറ്റിന്റെ ഹിമാലയ റോയൽ എൻഫീൽഡിന്റെ ഹിമാലയ എന്ന് പറയുന്ന സാധനമില്ലേ, അതിന്റെ പോലെ അതിന്റെ ബാക്കിൽ അത്യാവശ്യം നല്ല നീളമുള്ള ഇതുവരെ നീളമുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, കമ്പി. പക്ഷെ ഇത് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല ലുക്ക് ഉണ്ട്. എടുത്ത് വെച്ചോണ്ടാണ് ആ ലുക്ക് കാണുന്നത്. വണ്ടിന്റെ ഒരു ലുക്കിനെ നല്ലോണം മാറിപ്പോയിട്ടുണ്ട്. കാരണം ഈ കേരിയർ കാര്യങ്ങളൊക്കെ
ഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ ഒരു പ്രത്യേക, പക്ഷെ സേഫ്റ്റി കുറവുണ്ട്. കാരണം ഇതിന്റെ പകരം ചെറിയൊരു ഇതെങ്കിലും നിങ്ങൾക്ക് ചെറിയത് വെക്കണം എന്നുണ്ട്, ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ സാധനം ഉണ്ടാകുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഒരു ഇടി വന്ന് വരികയാണെങ്കിൽ ഇതിമേല് സേഫ്റ്റിയാണ്. പക്ഷെ എന്താ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അഡീഷണൽ വെക്കണം. പക്ഷെ ഇത് കാണുമ്പോൾ നല്ല ലുക്ക് കാര്യങ്ങളുണ്ട്, കിട്ടാൻ വേണ്ടി വെച്ചതാണ്. ഓക്കെ. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഹമ്പില്ല, സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണ്. സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ഗ്യാസും കുറ്റി കയറ്റാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളുണ്ടാവില്ല. കാരണം കാണുന്നില്ല, ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. അല്ല, വെക്കാത്ത നല്ലത്. കാരണം ഇവിടെ കുറവാണ്, സ്പേസ് കാര്യങ്ങൾ കുറവാണ്. പിന്നെ അതേമാതിരി തന്നെ മറ്റുള്ള വണ്ടികളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫൂട്രസ്റ്റിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് പൊക്കുന്നതാണ്. പിന്നെ ഈ ഫൂട്രസ്റ്റ് സാധാരണ ചില ഇലക്ട്രിക് ബൈക്കിന് ഇവിടെ ഭയങ്കര ബോറാണ്. കാരണം ബെല്ലിംഗ് വാറന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടേക്ക് ചവിട്ടാൻ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഫാമിലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബോഡി നല്ല സ്ക്രാച്ച് കാര്യങ്ങൾ നേരെ ഫൂട്രസ്റ്റിലേക്കാണ് ചവിട്ട് വരുന്നത്. വേറെ കുഴപ്പമൊന്നും. പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിന്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബർ ബോഡി മെറ്റാലിക് ബോഡിയും കണ്ട്, പക്ഷേ ഈ ഫൈബർ ബോഡിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് യൂട്ടിലിറ്റി ബോക്സിന്റെ അവിടെയാണ്. ഈ യൂട്ടിലിറ്റി ബോക്സ് ഒന്ന് തുറക്കും. ഈ യൂട്ടിലിറ്റി ബോക്സ് ഉണ്ടോ? അതുണ്ടോ? എല്ലാ ഇലക്ട്രിക് വണ്ടിക്കും കിട്ടുന്ന ഒരു ഇതാണ് ഈ യൂട്ടിലിറ്റി ബോക്സ്. ബോക്സ് ഇത്രയൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഈ യൂട്ടിലിറ്റി ബോക്സും കൂടി ഒന്നുകൂടി സ്ട്രോങ് കൂട്ടാം. എനിക്ക് മനസ്സിലായിട്ടില്ല, അധിക വണ്ടിക്കും കാണുന്നതാണ് ഇതെന്താ സംഗതി എന്ന്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ അല്ല യു എസ് ബി ചാർജിങ് സ്പോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഫോൺ ഇവിടെ വെക്കുക, ഫോൺ ഇതിലാണ്. ഈ ഭാഗത്ത് എക്സ്ട്രാ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഗ്യാപ്പ് കാര്യങ്ങളുണ്ടല്ലേ, ഫോൺ വെക്കാറ്. ഓക്കെ. പിന്നെ ഞാൻ വയനാട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ ഫുൾ ടൈം എൻ്റെ മൊബൈൽ ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വയനാട്ടിലേക്ക് പോയിരുന്നത്. അത് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കയറ്റം കയറാനോ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 10 കളറാണ് അവെര റെട്രോസിൽ വരുന്നത്. അപ്പം വൈറ്റ് കാണാൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് ഒക്കെ വരുന്നുണ്ട്. LED ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിൽവർ കോട്ടിങ്ങിൽ അവെരൻ്റെ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെ ഉണ്ട്. കാരണം വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. മെയിനായിട്ട് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഇതാണ് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സ്ക്രീനിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ ഒന്ന് ഓണാക്കോ? സ്ക്രീനിൽ ഇപ്പോൾ മെയിനായിട്ട് എന്തൊക്കെ കാണുന്നത്? സ്ക്രീനിൽ കാണുന്നത് നമുക്ക് ഇതിപ്പോൾ ഓൺ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇതൊന്നും ഓണായി കാണിക്കും. കിലോമീറ്ററും ഇത് ഇപ്പോൾ ഏകദേശം 744 ഞാൻ പറഞ്ഞില്ലേ, 742 കിലോമീറ്റർ. ഓക്കെ. പിന്നെ അതേപോലെ ഇനി സെൽഫ് ഇതാ ഇവിടെ ഇവിടെ ഈ സെൽഫ് നമ്മൾ പ്രസ് ചെയ്ത് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ഉടനെ ഡ്രൈവ് മോഡിലേക്ക് പോകണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മോഡ് മാറി കഴിയും. ഫസ്റ്റ് ടൈം പാർക്കിംഗ് മോഡായിരിക്കും, റെഡി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇനി നമ്മൾ എക്കണോമി മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതാ ഇവിടെ 1 എന്ന് കാണാൻ കഴിയും. അതേപോലെ ഡ്രൈവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കാണാൻ കഴിയും. ഓക്കെ. ഈ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ കഴിയും. ഇവിടെ തന്നെ നോക്കണമെന്നില്ല. പിന്നെ സ്പോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ 3 എന്ന് കാണാൻ കഴിയും. അതുപോലെ ഇനി 15 കിലോമീറ്റർ ഇനി ഓടാൻ കഴിയും. 14% ബാറ്ററി ഇതിലുള്ളത്. ബാറ്ററി കറക്റ്റ് കാണിക്കുമല്ലേ? 15 കിലോമീറ്റർ ഓടാണ്ട് 14%. ഇന്നലെ രാത്രി ചാർജ് ചെയ്തില്ല. ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. ഇന്ന് പോണ്ടേ. പിന്നെ അതേമാതിരി തന്നെ ഇതിന്റെ സ്വിച്ച് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ലെവലിലാണ്. ഓവർ ഹൈപ്പ് ഒന്നും പറയാനൊന്നുമില്ല. നോർമൽ ലെവലിലുള്ള ക്വാളിറ്റി. അതേപോലെ ഹോണ്, പിന്നെ ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച്, ലൈറ്റിന്റെ അഡീഷണൽ ലൈറ്റ് ഇനി ഓഫാക്കി നമുക്ക് പോകാം, ലൈറ്റ് ഓൺ ആക്കി പാർക്ക് ലൈറ്റ് ഇട്ട് പോകാം, പാർക്ക് ലൈറ്റ് ഇല്ലാതെ പോകാം. എല്ലാ ഫീച്ചറിലും നമുക്ക് പോകാൻ കഴിയും. ഓക്കെ. പിന്നെ ഇതിന്റെ ഓൺ ദ റോഡ് പ്രൈസ് എങ്ങനെയാണ്? ഓൺ ദ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് 1,45,000 ആണ്. 1,45,000. റെഡി ടു പേയ്മെന്റ് ആണോ കൊടുത്തത്? അല്ല, നമ്മൾ ഫിനാൻസ് ആണ്. ബാങ്കിലെ ഫിനാൻസ് കൊടുത്തത്. ഫസ്റ്റ് വെച്ചിട്ട് ഏകദേശം ഒരു 45 രൂപയുടെ അടുത്ത് ബാങ്ക് വൈസ് വെച്ചിരുന്നു. ഫസ്റ്റ് 45,000 വെച്ച് 35 രൂപ വെച്ചിട്ട് നമുക്ക് ഇറക്കാൻ കഴിയും. ഓക്കെ. 45,000 വെച്ചിട്ട് മാസം എത്ര അടവുണ്ട്? മാസം നമുക്കൊരു 4,200 രൂപ. 4,200 വെച്ചിട്ട് എത്ര മാസം? 36 മാസം. 36 മാസം. നിങ്ങൾ 3 വർഷത്തിനാണ് നമ്മൾ 3 വർഷത്തിന്. ഇതിപ്പോൾ അടവ് കഴിയുമ്പോൾ ഏകദേശം 1,90, 1,80, 1,90 ലെവലിൽ നമുക്കൊരു 3 വർഷത്തെ ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട്. അതൊരു വലിയ വിഷയം. ഓക്കെ. അല്ല, അതല്ല സബ്സിഡി കാര്യങ്ങളൊന്നും ഇതിന് ഇവര് വണ്ടിക്ക് ശരിക്കും വരുന്നത് 1,70 വരുന്നുണ്ട്. ഒരു സബ്സിഡി കഴിച്ചിട്ടാണ് ഈ റേറ്റ് വരുന്നത് അവർ പറഞ്ഞത്. ഓക്കെ. പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസ് ഒക്കെ ഞാൻ ഇതുവരെയായിട്ട് സർവീസ് കഴിഞ്ഞിട്ടില്ല, സർവീസിന് പോയിട്ടില്ല. 1000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. പിന്നെ 10,000 വരുന്നത് തോന്നുന്നുണ്ട്. ഓക്കെ. ഈ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോ കേരളത്തിൽ ഈ ഒരൊറ്റ ഷോറൂം ആണോ? കോഴിക്കോട് മാത്രമാണോ ഉള്ളത്? കേരളത്തിൽ കോഴിക്കോട് മാത്രമേ ഉള്ളൂ. ഇനി തിരുവനന്തപുരത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവര് ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ തന്നെ
ഇപ്പോൾ ഇത് ഒരു വണ്ടി കൂടെ എടുത്തു. ഇന്നലെ തന്നെ ഒരാൾ ബുക്ക് ചെയ്യാനും പോയിട്ടുണ്ട് വണ്ടി. ഓക്കെ. അപ്പോൾ ഇത് കേരളത്തിന്റെ ഏത് ഭാഗത്ത് ആവശ്യക്കാരുണ്ടെങ്കിലും അവർ ഡെലിവറി കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി. പിന്നെ ഞാൻ നിങ്ങളോട് മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഏതൊരു വണ്ടി എടുക്കാൻ പോവാണെങ്കിൽ നമ്മളിപ്പോൾ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ എന്നോട് അധികം ആൾക്കാരും വിളിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മതിയോ, ഓൺലൈനിൽ പേയ്മെൻറ്റ് അയച്ചാൽ മതിയോ എന്നൊക്കെ എന്നോട് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. ഇപ്പോൾ ഒരു വണ്ടിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പുള്ളി 2 ആഴ്ച ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് 1, 2, 3 പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. അഥവാ നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ നമ്പറും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി. ഞാൻ പിന്നീട് റീപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ റീപ്ലൈ ചെയ്യും. കാരണം എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ സത്യസന്ധമായിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പം വേറെ എന്താ എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ കാര്യമായിട്ട് പറയുന്നത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണല്ലേ? അപ്പോൾ എന്തായാലും 2 ആഴ്ച യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ്. ഇനി നമ്മൾ വീണ്ടും വരും. ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരും. ഇനി നമുക്ക് മെയിനായിട്ട് ഏതൊരു ഇലക്ട്രിക് വണ്ടിൻ്റെയും റിവ്യൂ നോക്കാനുള്ളത് ഈ ഒരു മഴക്കാലം കഴിഞ്ഞിട്ടാണ്. മഴക്കാലം കഴിഞ്ഞിട്ട് വണ്ടിക്ക് എന്ത് സംഭവിച്ച്, ഈ കമ്പനി പറയുന്ന വാഗ്ദാനങ്ങൾ അതേമാതിരി നിലനിർത്തുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടി നമ്മൾ റിവ്യൂ എടുക്കാൻ വീണ്ടും ഇവിടെ വരുന്നതാണ്. തൽക്കാലം നിങ്ങളുടെ ചാനൽ ഏതായിരുന്നു പറഞ്ഞത്? ചാനലിന്റെ പേര് സ്പൾബറിൽ കയറി വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത്. സ്പൾബർ എന്ന് പറയുമ്പോൾ നമ്മളെ സന്തോഷ് കുളങ്ങരനാണ് നമ്മൾ ഓർമ്മ വരുന്നത്. അപ്പോൾ പുള്ളിനെ മെയിനായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം വീഡിയോ കാര്യങ്ങളും ഇതിന്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ പുള്ളിന്റെ ചാനലിൽ കയറിയാൽ മതി. പറയുന്ന ചാനലുണ്ട്. നമ്മൾ ഡെലിവറി ചെയ്യുന്നതും അതേപോലെ വണ്ടി വയനാട് ചുരത്തിലേക്ക് കയറി പോയിട്ട് അവിടുന്ന് ഇറങ്ങി തിരിച്ചു വരുന്നവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഏകദേശം പറഞ്ഞു തരുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും പുള്ളിൻ്റെ വീഡിയോയിലുണ്ടാവും. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയി പുള്ളി വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ഒക്കെ ചെയ്തോളി. അതേമാതിരി പുള്ളിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പം തൽക്കാലം ബൈ.